തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ കെഎസ്ആർടിസി ഡ്രൈവർ അധിക്ഷേപിച്ച സംഭവത്തിൽ ബസ്സിലെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിക്കില്ലെന്ന് പോലീസ്. ഡിവിആറിൽ മെമ്മറി കാർഡ് കാണാനില്ലെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുന്നുണ്ട്. ഷീജ, വലിയ തരത്തിലുള്ള ആക്രമണമാണ്, സൈബർ ആക്രമണം, ഒപ്പം തന്നെ BJPയുടെ UDFൻ്റെയും അടക്കമുള്ള നേതാക്കളുടെ അടക്കം ആക്രമണമാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ ഈ ബസ് തടഞ്ഞു നിർത്തി എന്നുള്ള അർത്ഥത്തിലാണ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ പോലീസ് ഡ്രൈവർ കെഎസ്ആർടിസിയുടെ ഡ്രൈവറുടെ മോശം പെരുമാറ്റത്തെയാണ് മേയർ ആര്യ രാജേന്ദ്രൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. ഇപ്പോൾ ഈ CCTVയിലെ ദൃശ്യങ്ങൾ മെമ്മറി കാർഡ് ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെ ദുരൂഹതകൾ അവിടെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത്? പോലീസ് സംബന്ധിച്ച വിവരം എന്താണ് നമുക്ക് നൽകുന്നത്? സിജു, തീർച്ചയായും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഈ മെമ്മറി കാർഡ് കാണാതായതിലൂടെ വ്യക്തമാകുന്നത്. കാരണം ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് 3 CCTV ആണ്. ഒന്ന് ബസ് ഡ്രൈവർ, അതായത് യദു ഓടിച്ചിരുന്ന ഭാഗത്ത് മുൻവശത്ത് റോഡ് കാണുന്ന സാഹചര്യം ആ രീതിയിൽ വെച്ചിട്ട് ക്രമീകരിച്ചിട്ടുള്ളതാണ് ഒരു CCTV എന്ന് പറയുന്നത്. മറ്റൊന്ന് പുറകുവശത്ത് അതിന് സമാനമായ രീതിയിൽ തന്നെ പുറകുവശത്തുള്ള റോഡ് കാണുന്ന രീതിയിലാണ് ഒരു CCTV ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ബസ്സിനകത്താണ് വെച്ചിരിക്കുന്നത്, അതായത് യാത്രക്കാരെ കാണുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ 3ൻ്റെയും മെമ്മറി കാർഡ് ഇല്ല എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 CCTVയിൽ നിന്നുള്ള ദൃശ്യങ്ങളും ലഭിക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പോലീസ് അല്പസമയം മുമ്പാണ് ഈ ബസ്സിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയത്. അപ്പോൾ ഈ യദുവിൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മെമ്മറി കാർഡ് നഷ്ടമാകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കാരണം സമൂഹത്തിൽ പല കോണിൽ നിന്നായി ഈ മേയർക്കെതിരെ മേയറോടും മേയറുടെ കുടുംബത്തോടും വളരെ മോശമായി പെരുമാറിയ ബസ് ഡ്രൈവർക്കെതിരെ, KSRTCയുടെ താൽക്കാലിക ഡ്രൈവർക്കെതിരെ പ്രതിഷേധം ഉയരുമ്പോൾ പോലും ഇതിനെ രാഷ്ട്രീയപരമായി സമീപിക്കാനാണ് BJPയും UDFും അടക്കം ശ്രമിച്ചതും. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ നഗരസഭയുടെ കൗൺസിൽ യോഗത്തിലടക്കം കണ്ടത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് സാഹചര്യത്തിൽ ഈ മെമ്മറി കാർഡ് കാണാതായി എന്നുള്ളതാണ് ഇപ്പോൾ ഏറെ പ്രസക്തമാകുന്ന വിഷയം. ഈ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ടും പോലീസ് അന്വേഷണം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാവിലെയാണ് വിശദമായിട്ടുള്ള പരിശോധന പോലീസ് പൂർത്തിയാക്കിയത്. അപ്പോഴാണ് മെമ്മറി കാർഡ് കാണാനില്ല എന്നുള്ള സംഭവം പോലീസ് തിരിച്ചറിയുന്നത്. പറഞ്ഞത് ശരിയാണ്. കാരണം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രധാന തെളിവായി മാറേണ്ട ഒന്നാണ് ഈ CCTV ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. KSRTCയുടെ സ്വിഫ്റ്റ് ബസ്സുകളിൽ അടക്കം ഈ CCTV സ്ഥാപിക്കുകയും മെമ്മറി കാർഡിൽ ഈ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഇത് എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ എന്തോ അരുതല്ലാത്ത കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. യദു കൃഷ്ണൻ എന്ന് പറയുന്ന ബസ് ഡ്രൈവറെ കുറിച്ച് നേരത്തെ തന്നെ ചില ആക്ഷേപങ്ങൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ദൃശ്യങ്ങളിൽ കണ്ടത് ഹാൻഡ്സ് പോലുള്ള എന്തോ ലഹരി വസ്തു ഉപയോഗിച്ചതിന് ശേഷം ആ കവർ പുറത്തേക്ക് കളയുന്ന ദൃശ്യങ്ങൾ കാണുകയും ചെയ്തു. ഇതെല്ലാം നിൽക്കുമ്പോഴാണ് മെമ്മറി കാർഡ് കാണുന്നില്ല എന്ന് പറയുന്നത്. ആ ബസ്സിൽ അന്ന് നടന്ന എല്ലാവിധ സംഭവങ്ങളും തിരിച്ചറിയാൻ കഴിയുന്നത് മെമ്മറി കാർഡ് കിട്ടിയെങ്കിലേ കഴിയുകയുള്ളൂ. അപ്പോൾ കരുതിക്കൂട്ടി തന്നെ ഇത് നശിപ്പിക്കുകയോ എടുത്ത് കളയുകയോ ചെയ്തു. 2 കുറ്റങ്ങളാണ്. ഒന്നുള്ളത് KSRTC ബസ്സിൻ്റെ ഒരു ഉപകരണം നശിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കേസ്. 2, ഈ കേസിലെ നിർണായക തെളിവായ ആ CCTV ദൃശ്യത്തിൻ്റെ മെമ്മറി കാർഡ് നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഗുരുതരമാണ് യദു കൃഷ്ണനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും സിജു, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം സിജു സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ചും യദു കൃഷ്ണൻ്റെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ എന്ത് സാഹചര്യത്തിലാണ് ഈ ഒരു മെമ്മറി കാർഡ് കാണാതാകുന്നത് എന്നുള്ള കാര്യമാണ്. കാരണം ഇതിൽ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. യദു കൃഷ്ണ ഒന്ന് ലഹരി വസ്തു ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ തെളിവുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീകളോട് ഇതിനു മുൻപും മോശമായി പെരുമാറിയിട്ടുണ്ട് യദു കൃഷ്ണ എന്നുള്ളതിനുള്ള പോലീസ് പരാതിയുണ്ട്. ക്ഷമിക്കണം, അത് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കെട്ടിച്ചമച്ചൊരു പരാതിയല്ല, 2017 വന്നിട്ടുള്ളൊരു പരാതിയാണ്. അപ്പോൾ ഇതിനു മുൻപും സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടുണ്ട് ഈ വ്യക്തി എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അന്ന് എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തമായ ധാരണ ഈ CCTVയിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മെമ്മറി കാർഡ് കാണാതായത് എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. ഏതായാലും ഈ മെമ്മറി കാർഡ് കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പോലീസ് ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ആ മെമ്മറി കാർഡ് കാണാതെ പോയത് എന്നുള്ളത് ഏവർക്കും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രസക്തി അത്രത്തോളം വലുതാണ് എന്നുള്ളത് കൊണ്ട് അത് സംബന്ധിച്ച് വിശദമായ പരിശോധനയാണ് ഇപ്പോൾ ഇതിനകം തന്നെ പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. സിജു, ഷീജ, ഇതിൽ മറ്റൊരു കേസ് കൂടി വരികയാണ്. KSRTCയുടെ ഉടമസ്ഥതയിലുള്ള ബസ്സിൽ നിന്ന് ഒരു മെമ്മറി കാർഡ് കാണാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് മോഷണ ശ്രമമാണ്, മോഷണം തന്നെയാണ്. അതിന് KSRTC വേറെ കേസ് കൊടുക്കേണ്ട സാഹചര്യമുണ്ട്.
നിലവിലേതായാലും പോലീസ് ഇതുകൂടി നിലവിലുള്ള കേസിനൊപ്പം ഈ മെമ്മറി കാർഡ് കാണാതായ സംഭവം കൂടി അന്വേഷിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അത് സംബന്ധിച്ചാണ് ഇപ്പോൾ രാവിലെ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മെമ്മറി കാർഡ് എങ്ങനെയാണ് കാണാതെ പോയത് എന്നത് സംബന്ധിച്ച് അടിയന്തരമായി പരിശോധിക്കാനുള്ള ഒരു നിർദ്ദേശവും ഇതിനകം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ഒരു ഭാഗത്ത്. അതിനൊപ്പം തന്നെയാണ് ഈ മേയർ നൽകിയ പരാതിയിന്മേലുള്ള അന്വേഷണവും പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സിജു, ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മേയർ ആര്യ രാജേന്ദ്രനെതിരെ അധിക്ഷേപമുണ്ടായ ബസ്സിലെ ഡ്രൈവർ ആ ബസ്സിലെ മെമ്മറി കാർഡുകൾ CCTV ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡുകൾ കാണാതായിരിക്കുന്നു. പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണവും നടക്കുകയാണെന്നുള്ള വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും ഷീജ നൽകിയത്.